CPM നേതാവ് EP ജയരാജന്റെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ചില ഭാഗങ്ങൾ ചോർന്നത് DC ബുക്സിൽ നിന്നെന്ന് പോലീസ് റിപ്പോർട്ട്. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ EPയും DCയും തമ്മിൽ രേഖാമൂലം ധാരണാപത്രം ഇല്ലെന്നാണ് കോട്ടയം SP-യുടെ അന്വേഷണ റിപ്പോർട്ട്. DCയുടെ പബ്ലിക്കേഷൻസ് വിഭാഗം മേധാവി ശ്രീകുമാറിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ ചോർന്നത്. ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കോട്ടയം SP DGPക്ക് കൈമാറി. സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വോട്ടെടുപ്പ് ദിവസം ഈ രീതിയിൽ ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ഭാഗങ്ങൾ പ്രചരിച്ചതിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് EP DGPക്ക് നേരത്തെ പരാതി സമർപ്പിച്ചിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം SP-യെ അന്വേഷിക്കാൻ DGP ചുമതലപ്പെടുത്തി. ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു റിപ്പോർട്ടും SP സമർപ്പിച്ചിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് DGP മടക്കി അയക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം SP സമർപ്പിച്ച രണ്ടാം ഘട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആത്മകഥയിലെ ഉള്ളടക്കം എന്ന നിലയിൽ ഭാഗങ്ങൾ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണെന്ന് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലായി വരുന്നു. ശ്രീകുമാറിന്റെ മെയിലിൽ നിന്നാണ് ഉള്ളടക്കം ചോർന്നത് എന്നാണ് പറയപ്പെടുന്നത്. EP ജയരാജനുമായി കൃത്യമായ ഒരു കരാർ DC ബുക്സിന് ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ DC ബുക്സിലേക്ക് എത്തിയത് എന്നതിൽ അന്വേഷണം ആവശ്യമാണ്. എന്നാൽ വിഷയം പകർപ്പവകാശ നിയമത്തിന് കീഴിൽ വരുന്ന കാര്യമായതിനാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ സാധിക്കില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.